അപ്പോൾ എന്തായാലും ഈ പൂരം അതിൻ്റെ ഏറ്റവും മനോഹരമായി പോകുമ്പോൾ അത് നടത്തിപ്പുകാരായിട്ടുള്ള കുറേ ആളുകൾ കൂടി ഉണ്ടല്ലോ. എങ്ങനെയാണ് ഈ പൂരത്തിൻ്റെ കയറി നിൽക്കാം ഈ പൂരം ഇത്രമാത്രം മനോഹരമായി കൊണ്ടാടുമ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടാടുമ്പോൾ കാണുന്നത് ഓരോന്നും ഒരു പ്രത്യേക കാഴ്ചയാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഓരോ ഫ്രെയിം എടുത്തു നോക്കിയാൽ അതിൻ്റെ പുതുമയുടെയും ഒരു വലിയ വിയർപ്പിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും അധ്വാനത്തിൻ്റെയും പ്രതിസന്ധിയുടെയും ഒക്കെ പ്രതിസന്ധിയായിരുന്നു. പല ഘട്ടത്തിലും ഈ പൂരത്തിന് ആനയെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. അതൊക്കെ ഓരോ ഘട്ടത്തിലും ഉത്തരവ് ഇടുന്നവരെ വിഷമിപ്പിക്കുന്ന ഈ സംഘാടകരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടിയാണെന്നറിയോ ഇത്ര പേരെ സംഘടിപ്പിക്കുന്നത്. ഇത് ലോകത്തിൻ്റെ ഒരു സിംഫണി തീർക്കുന്ന വലിയൊരു കാഴ്ചയാണ്. ഈ കാഴ്ചയ്ക്കൊപ്പം സഞ്ചരിക്കാനും അതിനോ കാണാനും അകലെ ഇരുന്ന് അഹങ്കരിക്കാനും മലയാളി, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരൻ, ഞാനൊക്കെ പറഞ്ഞ തൃശ്ശൂർക്കാരൻ എന്നാൽ എവിടെ നാട് എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട് തൃശ്ശൂരാ എന്ന് പറയണ ആ തൃശ്ശൂർക്കാരൻ്റെ ഒരു താളുണ്ടല്ലോ, അതാ മേളുണ്ടല്ലോ, അതിന് വലിയൊരു വലിപ്പമുണ്ട്. ഇല്ല പിന്നെ അതിൻ്റെ ഓരോ എല്ലാം കൊട്ടിക്കയറുന്ന ഗോപുരം കണക്കെ കൊട്ടിക്കയറുന്ന ആ വലിയ സിംഫണി തീർക്കുന്ന പണ്ട് കുട്ടേട്ടനായിരുന്നെങ്കിൽ ഇന്ന് കിഴക്കൂട്ടനിയന്മാരാണ് ഇലഞ്ഞിത്തറക്കിൽ ഓ വലിയ മനുഷ്യന്മാർ, ഒരു മഹാരഥന്മാരാണ് അവർ തീർക്കുന്ന ആ വിസ്മയം ഉണ്ടല്ലോ. 100-300 പേരെ ഒരുപോലെ നിയന്ത്രിച്ച് അവരെ ഒരു കോലിൻ്റെ അതിൻ്റെ കൊട്ടിക്കയറുകയാണ്. അതിങ്ങനെ ഗോപുരം കണക്കെ അതിന് എല്ലാം മൂകസാക്ഷിയായി വടക്കുന്നാഥൻ എല്ലാം അതിഗംഭീരം, ഓരോ ഫ്രെയിമും അതിഗംഭീരമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ പൂരപ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഓരോ പൂരം കഴിയുമ്പോൾ അടുത്ത പൂരം എത്ര ഗംഭീരമാവും അതിന് എത്തേണ്ട കാര്യം പോലും ഹോട്ടൽ ബുക്ക് ചെയ്യണത് തുടങ്ങി. അന്യദേശത്തുനിന്ന് നമ്മുടെ തൃശ്ശൂർക്കാരനെന്ന് പറയുമ്പോൾ ഒരു ഇലഞ്ഞിത്തിറക്കി നിൽക്കാൻ ഒരു പാസ് സംഘടിപ്പിക്കുമോ, അതുപോലെയുള്ള അങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ അനുഭവം കൊണ്ട് നമ്മൾ സ്വകാര്യ അഹങ്കാരമാണ് തൃശ്ശൂരുകാരൻ അഹങ്കരിക്കും, ഇല്ലാതെ വയ്യ. ഇത്ര എന്താ പറയുക വലിയ ഇത്ര ഒരു ക്യാൻവാസ് എത്ര ശക്തനമ്പുരം എത്ര വളരെ കൃത്യമായി വിഭാവനം ചെയ്തിട്ടാണ് ആറാട്ടുപുഴ പൂരത്തിന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ ദേവന്മാരെയും അവരൊക്കെ കൂട്ടി ഇണക്കി വലിയൊരു സംഭവം തീർക്കേണ്ട ഇത്. അപ്പോൾ അത് നാളെ അതിൻ്റെ ഘടകപൂരങ്ങളും ഒക്കെ അലിഞ്ഞ അമരയാണ് തൃശ്ശൂരിൻ്റെ സസ്പെൻസുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള പരിപാടികൾ. അതെ ദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിഗംഭീരമാക്കാൻ വേണ്ടി അവരുടെ കൊടകളുടെ കാര്യത്തിൽ നാളെ ഈ നേരത്ത് ഇവിടെ ചക്രവാളത്തിൽ സൂര്യൻ അങ്ങോട്ട് അലിഞ്ഞമരണ നേരത്ത് ഇവിടെ ഇങ്ങനെ വർണ്ണക്കുടമാറ്റത്തിൻ്റെ വലിയ ഒരു പ്രഭാപൂരം തന്നെ നാളെ പ്രഭാപൂരം തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം കൊടകൾ 60-ലധികം കൊടകൾ അതിൽ പിന്നെ നമ്മൾ ഒളിപ്പിച്ച് വെച്ച കൊടകൾ അതെ സ്പെഷ്യൽ കൊടകൾ അതൊക്കെ കാണാം. നാളെ ഈ നേരത്ത് ഇവിടെ പൂഴി വാരിയിട്ട താഴത്ത് വീഴില്ല എന്ന് പറഞ്ഞാൽ ആ സമയമാണ് ഈ നേരത്ത് നിങ്ങളിപ്പോൾ ഇവിടെ ഈ ഉള്ളത്. ഇനി ആനകൾ കുളിച്ച് സുന്ദരന്മാരും സുന്ദരികളും ഉണ്ട്, കുറച്ച് സുന്ദരന്മാരും സുന്ദരിയായുള്ള കാഴ്ചകൾ അവിടെ എന്താ പറയുക കോടതിയും മറ്റേ വകുപ്പുകാരും ഒക്കെ ആശങ്കപ്പെടുത്തുമ്പോഴും ഈ പൂരപ്രേമിയുടെ സംഘാടകരുടെ മനസ്സിൽ തീയാണ് ഓരോ പൂരം കഴിഞ്ഞു പോകുമ്പോഴും. അത് ഈ ഗംഭീര എന്താണ് എന്താണ് അവസാന നിമിഷം നമ്മൾ തകർക്കും, പൊരിക്കും ഇട്ടാ പൂരം എന്ന് പറഞ്ഞ മാതിരി അതിനൊരു വലിയൊരു വലിപ്പമുണ്ട്. അതാ തൃശ്ശൂരുകാരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. മഴ പെയ്യാതെ അപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കൂടൽമാണിക്യത്തപ്പന് താമരമാല നേരുണ്ടായിരുന്നു. ഇവിടെ മഴ പെയ്യാതെ ഒക്കെ ഗംഭീരമായി ഭംഗിയായി മുന്നോട്ട് പോകണം എന്നാഗ്രഹിച്ച് അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകളുടെ പ്രയത്നമാണ് ഇവിടെയാണ് ഇപ്പോൾ പലപ്പോഴും ചൂട് 39-40 ഡിഗ്രിയൊക്കെ കിടക്കുമ്പോഴും വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ഒരു പൂരാണ്. എത്രയോ ആൾക്കാർ വിയർത്ത് ഇവിടെ പൂരപ്പുറമ്പിൽ കാണുന്ന ആൾക്കാർ വിയർക്കണു, കച്ചവടക്കാർ, കൈനോട്ടക്കാർ തുടങ്ങി എല്ലാ മേഖലയിലും കൊട ഉണ്ടാക്കുന്നവർ, വെടിക്കെട്ടുകാർ, എങ്ങനെ കഷ്ടപ്പെടുന്നവരുടെ പൂരം. ആ പൂരം അതിൻ്റെ ഒരു പൂർണ്ണതയാണ് ഈ ദിവസം. നാളെ എങ്ങനെ കൊട്ടിക്കയറുമ്പോൾ അങ്ങനെ എല്ലാവരും പല ഭാഗത്തുനിന്നും വിരുന്നുകാരും വീട്ടുകാരും തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റന്നാളാണ് തൃശ്ശൂർക്കാരുടെ പൂരം എന്ന് പറയും. നാളെ മറ്റ് ദേശങ്ങളിൽ നിന്ന് വരുന്നവർ ആസ്വദിക്കുകയാണ്. അവർ ഈ പറഞ്ഞ ഓരോ മനുഷ്യൻ തൃശ്ശൂരുകാരാവുകയാണ്. തൃശ്ശൂർ അലിഞ്ഞ അമരയാണ്. തൃശ്ശൂരിൻ്റെ സംസ്കാരവും ആ പൈതൃകവും അതൊക്കെ ഈ ഇതിൽ അവിടെ രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, ഇതിനൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ വേർതിരിക്കുന്നവരെ ആണ് ഇവിടെ നിന്ന് ആട്ടിപ്പായിക്കാറ്, ചേർത്ത് പിടിക്കുന്നവരുടെ പൂരാണ്. അതാണ് ഈ പറഞ്ഞ പോലെ ഉള്ളിലൊരു മത്സരം നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ മത്സരം വളരെ സൗഹാർദ്ദപരമായി നടക്കുന്നുണ്ട്. ആത്മാർത്ഥവും സത്യസന്ധമായിട്ടുള്ള ഒരു മത്സരമാണ് ഇത്. നമ്മളിപ്പോൾ ഈ പൂരങ്ങളൊക്കെ നമുക്ക് സ്നേഹിക്കാനും അടുപ്പിക്കാനും ഒക്കെ ചേർത്ത് പിടിക്കാനും വേണ്ടിയാണല്ലോ കാരണവന്മാർ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു സമ്മേളനമാണ് ഇതാണ് പൂരം.
എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓ അതിഗംഭീരം ആവും. ഉഷാറാവട്ടെ.